ഹായ് നമസ്കാരം. ഞാനിന്ന് നമ്മുടെ അണ്ടിലൂർക്കാവിലെ ഉത്സവം ഇന്നത്തേനോട് തീരും. ഇതുവരെ 7 ദിവസത്തെ വ്രതമാണ്. നമ്മുടെ നാട് മുഴുവനായിട്ടും വ്രതത്തിലാണ്. ഇന്ന് എൻ്റെ മകൻ്റെ കുറച്ച് ഫ്രണ്ട്സെല്ലാം വരുന്നതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ ഒരു കറിയും അതിനോട് കൂടെ ഒരു ഗീ റൈസും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പനീറും ഗ്രീൻ പീസ് സ്റ്റ്യൂ ആണ്. പനീറും ഗ്രീൻ പീസും ചേർത്തിട്ടുള്ള ഒരു സ്റ്റ്യൂ ആണ് ഞാൻ ഗീ റൈസിന് ഉണ്ടാക്കുന്നത്. അതെന്നാൽ ഞാൻ തുടങ്ങട്ടെ. ഞാനൊരു പാത്രത്തിൽ ഓയിലും ബട്ടറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി ഇത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുമ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചതാണ് തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറാമ്പ്, പട്ട, 2 ഏലക്കായ, ബേ ലീവ്സ് ഇതൊന്ന് ചൂടാക്കി വെച്ചതാണ്. ഇത് ഒന്ന് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് അരച്ച് പേസ്റ്റാക്കിയിട്ട് ഇതിലോട്ട് ചേർക്കും. ഞാൻ നേരത്തെ വേവിച്ച് വെച്ച ഉള്ളി മസാലക്കൂട്ടിൽ കുറച്ച് ഗ്രീൻ പീസും കൂടെ ചേർത്ത് അരച്ചതാണിത്. ഇത് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കറിക്കൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗ്രീൻ പീസും കൂടെ ചേർത്തത്. നല്ല ടേസ്റ്റും ഉണ്ടാവും. ഗ്രീൻ പീസ് നമ്മൾ വടയും അതെല്ലാം ഉണ്ടാക്കുന്നതാണല്ലോ. ഇനി ഞാനിതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ ഇതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പനീർ ഇട്ട് കൊടുക്കാം. ഞാനിത് ബട്ടറിൽ ചെറുതായി ഇതാക്കിയ പനീറാണിത്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടെ പാല് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. പൊടി ചേർത്ത് കൊടുക്കാം. വൈറ്റ് പെപ്പർ ആണെങ്കിൽ നല്ല കളറുണ്ടാവുമായിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെപ്പർ തന്നെയാണ് ഇടുന്നത്. കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് ചേർക്കുന്നു. ഈ ഒരു വൈറ്റ് കളറും കിട്ടും കറിക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കഴിഞ്ഞാൽ. മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് താഴെ ഇറക്കി അടുപ്പിൽ നിന്ന് ഇറക്കി താളിക്കാവുന്നതാണ്. ഞാനിതൊന്ന് കുറച്ച് ഉള്ളിയിലൊന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റ്യൂ ആയതുകൊണ്ടാണ്. ഞാനിതൊന്ന് ഉള്ളിയിൽ കുറച്ച് താളിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനത് കുറച്ച് പശുനെയ്യ് എടുക്കുന്നുണ്ട്. സ്റ്റ്യൂ പശുനെയ്യിൽ താളിച്ചാലാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. താളിച്ചെടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഉള്ളി പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല കറിയാണിത്. പനീറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള ഒരു സ്റ്റ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അങ്ങനെ എൻ്റെ പനീറും ഗ്രീൻ പീസും വെച്ചിട്ടുള്ള കറി തയ്യാറായിട്ടുണ്ട്. സ്റ്റ്യൂ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഗീ റൈസിനോടുകൂടി കൂടെ കഴിക്കാൻ ഒരു സൈഡ് ഡിഷായിട്ട് സോയ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ സോയ നല്ലപോലെ വേവിച്ച് അതിലേക്ക് മുളക്, മഞ്ഞൾ, ഉപ്പ് ഇവ ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്തതാണ്. ഇത് ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഞാൻ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
അധികം പൊരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് വെന്ത സോയയാണ്, അപ്പം നല്ല സോഫ്റ്റായിരിക്കും. അപ്പോൾ ഒന്ന് പൊരിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. ഇത് ഏകദേശം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് വറുത്ത് കോരുന്നതാണ്. അധികം മുരിയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഭയങ്കര ഹാർഡായി പോവും. ഞാൻ ചില്ലി സോയ ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് അത് വറുത്തെടുത്ത എണ്ണയും വേറെ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ക്യൂബ്സായി കട്ട് ചെയ്ത ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടെ. ക്യാപ്സിക്കം അധികം ആവേണ്ടതില്ല. ഇനി നമുക്ക് സോയ ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് കോൺഫ്ലവറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും സ്പ്രിംഗ് ഓണിയനും ഇട്ട് കൊടുക്കാം. അങ്ങനെ എൻ്റെ ചില്ലി സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ഓഫ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിന്നുണ്ടാക്കിയ ഗീ റൈസും പനീർ ഗ്രീൻ പീസ് സ്റ്റ്യൂവും സോയ ചില്ലിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. ഇവിടെ ഓരോരുത്തരും ടേസ്റ്റ് നോക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ.